ഒരു പള്ളി ദർസ് ഉണ്ടാക്കുന്നതിനേക്കാളും എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള പള്ളി ദർസ് എന്ന് പറഞ്ഞാൽ മദ്രസ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ പഠിക്കണതാണല്ലോ. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ നാട്ടിലുള്ള മദ്രസ സംവിധാനം നമ്മുടെ നാട്ടിലുള്ള ദർസുകളെക്കാളും ഒരർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി നമ്മുടെ നാട്ടിലുള്ള ശരീഅത്ത് കോളേജുകളിലെന്നോ അല്ലെങ്കിൽ അറബിക് കോളേജുകളിൽ നിന്ന് പണ്ട് അറിയപ്പെട്ടിരുന്ന ഇപ്പോൾ ശരീഅത്ത് കോളേജ് എന്ന് എല്ലാവരും പറയുന്ന ബിരുദം കൊടുക്കുന്ന വലിയ വലിയ സ്ഥാപനങ്ങളെക്കാൾ വരെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഈ മദ്രസകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന കാര്യം നമ്മളൊക്കെ ഓർക്കേണ്ടതുണ്ട്. മറക്കാതെ അതിനു വേണ്ടി മറ്റെല്ലാറ്റിനും നൽകുന്നതിനേക്കാൾ സഹായം നൽകേണ്ടത്. എന്താ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദർസിലേക്ക് പോകല്, അതുപോലെ കോളേജിലേക്ക് സനത് വാങ്ങാൻ വേണ്ടി തഹസീലാകാൻ വേണ്ടി പോകല്, അതൊക്കെ മദ്രസ പഠനവും മറ്റും കഴിഞ്ഞതിന്റെ ശേഷമാണല്ലോ നമ്മുടെ നാട്ടിലെ സമ്പ്രദായം അനുസരിച്ച്. എന്നാൽ ഈ മദ്രസയിൽ വെച്ചാണ് സുബ്ഹാനല്ലാഹ് പരിശുദ്ധ ഖുർആൻ നോക്കി ഓതാൻ പഠിക്കുന്നത്. ദിവസവും ചുരുങ്ങിയത് 17 വട്ടം തന്നെയെങ്കിലും ആഖിലും ബാലിഗുമായ മുസ്ലിമിന് ഓതല് നിർബന്ധമുള്ള സൂറത്തുൽ ഫാത്തിഹ അത് ഓതാൻ പഠിക്കുന്നത് ഈ മദ്രസയിൽ വെച്ചാണ്. മാത്രമല്ല അവ്വലുമായി യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അടിമയോട് നാളെ ഹിസാബ് നടക്കുമ്പോൾ, വിചാരണ നടക്കുമ്പോൾ ഏറ്റവും ആദ്യമായി ചോദിക്കുന്നത് നോമ്പ് നോറ്റോ, ഹജ്ജിന് പോയിരുന്നോ, സക്കാത്ത് കൊടുത്തിരുന്നോ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചിരുന്നോ, മക്കളുണ്ടായിരുന്നോ, ഇതൊന്നുമല്ല, മറിച്ച് അസ്വലാ നിസ്കാരമാണ്. നീ നിസ്കരിച്ചിരുന്നോ എന്നാണ്. ആ നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് ബാല്യകാലത്ത് ചെറുപ്പകാലത്ത് തന്നെ പഠിപ്പിച്ച് ശീലമാക്കി കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മദ്രസകളിൽ നിന്നാണ്. അതുപോലെ തന്നെ അവർക്ക് നിർബന്ധമുള്ള എല്ലാ കാര്യങ്ങളും, എങ്ങനെ വുളു എടുക്കണം, എങ്ങനെ കുളിക്കണം, അതേപോലെ തന്നെ അവര് ജീവിതത്തിൽ പാലിക്കേണ്ട ഒരുപാട് അച്ചടക്കങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി, വസ്ത്രം ധരിക്കുന്നതിനെ പറ്റി, ഉറങ്ങുമ്പോൾ എങ്ങനെ ചെയ്യണം, ഉണർന്നാൽ എന്ത് ചെയ്യണം, അങ്ങനെ ജീവിതത്തിൽ പാലിക്കേണ്ട ജീവിതകാലം മുഴുവനും എക്കാലത്തും ചെയ്യല് നിർബന്ധമുള്ള, അതുപോലെ എക്കാലത്തും ചെയ്യല് മുവക്കദായ സുന്നത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ സമ്പ്രദായ പ്രകാരം അതൊക്കെ പഠിക്കുന്നത് ഈ മദ്രസയിൽ നിന്നായതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഊന്നി പറഞ്ഞത്. ഈ മദ്രസക്ക് നമ്മുടെ നാട്ടിലുള്ള സംവിധാന പ്രകാരം പറയുകയാണെങ്കിൽ പള്ളി ദർസുകളെക്കാളും, അതുപോലെ തന്നെ തഹസീൽ എടുക്കാൻ വേണ്ടി പോകുന്ന, ബിരുദം കിട്ടാൻ വേണ്ടി പോകുന്ന ആ ശരീഅത്ത് കോളേജുകളെക്കാളും ഒക്കെ പ്രധാനമുണ്ട് എന്ന് പറഞ്ഞത് അതാ. അൽഹംദുലില്ലാഹ് ഈ നാട്ടില് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സുന്നത്തി ജമാഅത്തിന്റെ ശരിയായ ആശയങ്ങൾ നമ്മുടെ വരും തലമുറയിൽ ഉണ്ടാകണമെങ്കിൽ ഈ ചെറുപ്പകാലത്ത് തന്നെ നമ്മുടെ മക്കളിൽ അത് ഊട്ടിയുറപ്പിക്കണം എന്ന നിർബന്ധത്തോടുകൂടി നമ്മുടെ മദ്രസയുണ്ടാക്കി 25 വർഷം കഴിഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് എന്തുകൊണ്ടും ഈ നൂറുൽ ഹുദ എന്ന നമ്മുടെ മദ്രസയുടെ ഒരു സിൽവർ ജൂബിലി തീർച്ചയായിട്ടും എല്ലാ അർത്ഥത്തിലും ആഘോഷിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പരിപാടിക്ക് എപ്പോഴെങ്കിലും ഒന്ന് വരണം എന്ന് പറഞ്ഞപ്പോ, ഇന്നലെ മംഗലാപുരത്തായിരുന്നു, രാവിലെ മർക്കസിൽ എത്തുമ്പോ ഇന്ന് സുബൈക്ക് 4 മണിയാണ്, പിന്നെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല.
നാളെ രാവിലെ ഹജ്ജ് ഹൗസിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് ആണ് ജുമുഅ വരെ. ജുമുഅക്ക് കോഴിക്കോട് എത്തിയാൽ ജുമുഅ നിസ്കാരം കഴിഞ്ഞ് നാളെ കാസർഗോഡ് ഇതുപോലെ ഹിഫ്ള് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിലെ കുറച്ച് കുട്ടികൾക്ക് സനത് കൊടുക്കുന്ന പരിപാടിയാണ്. എന്തായാലും പോകാൻ ഞാൻ പറ്റൂല. അതിനും റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തത് പ്രകാരം മറ്റന്നാൾ 4 മണിയാകും മർക്കസിൽ എത്തണമെങ്കിൽ. ചുരുക്കി പറഞ്ഞാൽ ഈ പുതിയ ഉത്തരവാദിത്തോടും വന്നപ്പോൾ തിരക്ക് കൂടും. ബാങ്ക് കൊടുക്കണം, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ വേഗം മതിയാ.